ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് അമ്മയോടൊപ്പം 17-ാം ദിനം ഒക്ടോബർ 17 അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ തിരുനാൾ ദിവസമാണ്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് എന്ന് പറയുന്നത് ഒരു ധീരനായ രക്തസാക്ഷിയായിരുന്നു. അന്ത്യോക്യയിൽ വിശുദ്ധ പത്രോസ് മെത്രാനായിരുന്നതിന് ശേഷം വന്ന മെത്രാൻ എന്നാണ് പറയപ്പെടുന്നത് ഇദ്ദേഹം ചരിത്രത്തില്. ഒപ്പം ഇദ്ദേഹം സുവിശേഷകനായ യോഹന്നാന്റെ ഇഷ്ട ശിഷ്യൻ കൂടിയായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ നമ്മളിത് ആദ്യ നൂറ്റാണ്ടിൽ നടക്കുന്ന സംഭവമാണ്. ഈശോയുടെ കാലഘട്ടത്തിന് ശേഷം ഏതാണ്ട് ഏകദേശം ഒരു ആദ്യ നൂറ്റാണ്ട് 108 അദ്ദേഹത്തിന്റെ രക്തസാക്ഷി സംഭവിച്ചു. AD 108 അദ്ദേഹം രക്തസാക്ഷിയാണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര ചിന്തകളാണ്. ആദ്യത്തെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഒരാളാണ്, ഒരു തിയോളജിയനാണ്. അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മയുടെ നിത്യകന്യാത്വം അല്ലെങ്കിൽ കന്യാത്വം, അതിനുശേഷം പരിശുദ്ധ അമ്മയിൽ നിന്ന് ഈശോ ജനിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൺ ഓഫ് ഗോഡ് ആൻഡ് സൺ ഓഫ് മാൻ എന്ന് പറഞ്ഞ 2 ടൈറ്റിലുകൾ ക്രിസ്റ്റോളജിക്കലി നമുക്ക് ഈശോയെ സംബന്ധിക്കുന്നുണ്ട്. ദൈവപുത്രൻ എന്നും മനുഷ്യപുത്രൻ എന്നും. ദൈവപുത്രൻ എന്ന് പറയുന്നത് നിരന്തരം ഈശോയെ സൂചിപ്പിക്കാൻ വേണ്ടി സുവിശേഷകന്മാർ എഴുതുന്ന ഒരു ടൈറ്റിലാണെങ്കിൽ, ഈശോ തന്നെ കുറിച്ച് പറയാനായിട്ട് ഉപയോഗിക്കുന്ന ടൈറ്റിലാണ് മനുഷ്യപുത്രൻ എന്നുള്ളത്. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ദൈവപുത്രനാണ്, അതേസമയം മനുഷ്യന്റെ പുത്രനാണ്, മനുഷ്യനും കൂടിയാണ്, ദൈവവും മനുഷ്യനുമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ ഈ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീസസ് ഈസ് ദ സൺ ഓഫ് മേരി ആൻഡ് സൺ ഓഫ് ഗോഡ്, അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ മനുഷ്യപുത്രൻ എന്ന് പറയുന്നതിനേക്കാൾ മറിയപുത്രനും മേരിപുത്രനും ദൈവപുത്രനും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്യ നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് അതിന്റെ ഓർപ്പെടുത്തുന്നതാണ്, മനുഷ്യന്റെ വേദനകൾ അറിയാവുന്ന, ദൈവത്തിന്റെ മനസ്സറിയാവുന്ന മറിയത്തിൽ നിന്നുമാണ് ഈശോ ജനിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ വേദനകൾ അറിയാവുന്ന, ദൈവത്തിന്റെ മനസ്സറിയാവുന്ന മറിയത്തിൽ നിന്നുമാണ് ഈശോ ജനിച്ചിരിക്കുന്നത്. ആ മറിയത്തിന് നമ്മുടെ പ്രാർത്ഥനകൾ മനസ്സിലാവും, നമ്മുടെ ജപമാലയിലൂടെ നമ്മൾ സമർപ്പിക്കുന്ന ആവശ്യങ്ങൾ മനസ്സിലാവും. നമ്മുടെ വേദനകൾ അറിയാവുന്ന, ദൈവത്തിന്റെ മനസ്സറിയാവുന്ന പരിശുദ്ധ അമ്മയോട് നമുക്ക് ചേർന്ന് ജീവിക്കാം. അതിന് വിശുദ്ധ ഇഗ്നേഷ്യസ്, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് മാധ്യസ്ഥം വഴി നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആവേ മരിയ.